പിന്നെ ഈ വോട്ട് കൊള്ള അത് സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം തെളിവുകൾ സഹിതം വാർത്താ സമ്മേളനം നടത്തി. പക്ഷെ പിന്നീട് ആ വിവാദം കേരളത്തിലേക്കും പടർന്നു. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് സംബന്ധിച്ച് ഇപ്പോഴും വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. സുരേഷ് ഗോപിക്കെതിരെ വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം കോൺഗ്രസിന് എതിരെ തിരിയുന്നു എന്നുള്ള വാർത്തകളാണ് ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നത്. സോണിയാഗാന്ധിയുടെ വോട്ടർ പട്ടികയിലെ അംഗത്വം 1980 അവർ വോട്ട് ചെയ്തു എന്ന തരത്തിൽ രേഖകൾ BJP പുറത്തുവിടുന്നു. അവർ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുൻപ് എങ്ങനെയാണ് ഈ വോട്ടർ പട്ടികയിൽ ഇടം നേടിയതെന്നാണ് അവർ ചോദിക്കുന്നത്. കോൺഗ്രസിന് ഉത്തരമുണ്ടോ ഇക്കാര്യത്തിൽ? ഇതാണ് ഇതിനകത്ത് പറ്റിയൊരു രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ഇതാണ്. ഈ പറഞ്ഞതുപോലെ വോട്ടർ പട്ടിക ക്രമക്കേടൊക്കെ പറഞ്ഞ സമയത്ത് ഈ സോണിയാഗാന്ധിയുടെ ഈ വിഷയം ഇവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്ന ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ ഗുരുതര ആരോപണവുമായാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരയാകുന്നതിന് മുൻപ് തന്നെ നിയമവിരുദ്ധമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നാണ് BJPയുടെ ആരോപണം. അതായത് 1946 ഇറ്റലിയിൽ ജനിച്ച സോണിയയുടെ പേര് ഇന്ത്യൻ പൗരയാകുന്നതിന് ഒരു വർഷം മുൻപ് 1980 മുതൽ 82 വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറാണ് ആരോപണം ഉന്നയിച്ചത്. ഇന്ത്യൻ പൗരത്വം നേടാത്തപ്പോൾ തന്നെ സോണിയാഗാന്ധി വോട്ടറായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന 1980 വോട്ടർ പട്ടികയുടെ പകർപ്പ് അമിത് മാളവ്യ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇത് വ്യക്തമായ തെരഞ്ഞെടുപ്പ് ദുരുപയോഗമല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാണ് അമിത് മാളവ്യയുടെ എക്സ് പോസ്റ്റ്. അപ്പോൾ 1968 രാജീവ് ഗാന്ധിയെ വിവാഹം കഴിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ താമസിച്ചിരുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നുവെന്നാണ് അമിത് മാളവ്യ ആരോപിക്കുന്നത്. 1982 പ്രതിഷേധത്തെ തുടർന്ന് സോണിയയുടെ പേര് പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. 1983 ഇന്ത്യൻ പൗരത്വം നേടിയ ശേഷം വീണ്ടും സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതും ക്രമക്കേട് നടത്തിയാണെന്ന് അമിത് മാളവ്യ പറയുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട കട്ട് ഓഫ് തീയതി അന്നേ വർഷം ജനുവരി 1 ആയിരുന്നുവെന്നും എന്നാൽ സോണിയാഗാന്ധി ഏപ്രിലാണ് പൗരത്വം നേടിയതെന്നാണ് അമിത് മാളവ്യ ആരോപിക്കുന്നത്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട വസ്തുത ആ കാലഘട്ടത്തിൽ ഈ കമ്പ്യൂട്ടറും മറ്റൊന്നും വലിയ രീതിയിൽ വന്നിട്ടുള്ളൊരു കാലമല്ല. അപ്പോൾ ഈ ലിസ്റ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു. അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇപ്പോഴും ഉണ്ടോ, അല്ലെങ്കിൽ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ എല്ലാവരുടെയും പേര് ഉൾപ്പെടുത്താൻ അന്നത്തെ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടക്കുമായിരുന്നോ എന്നുള്ളൊരു സംശയം എല്ലാവരിലും ഉയരുന്നുണ്ട്. കോൺഗ്രസും അത് തന്നെയാണ് ഉന്നയിക്കുന്നത്. വ്യാജമാണ്, ഇങ്ങനെയൊരു പട്ടിക ഇല്ല എന്ന രീതിയിൽ കോൺഗ്രസും പറയുന്നു. കാരണം അന്നത്തെ കാലം നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ എഴുതി തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ മാത്രമുള്ള അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം. അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിൽ ഇതുപോലെ ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത്, അതായത് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ അന്ന് എഴുതി തയ്യാറാക്കിയപ്പോൾ ഓരോ ബൂത്തിലും ഓരോരുത്തർ എഴുതി തയ്യാറാക്കി വരുന്നത് പോലെയുള്ളൊരു സംവിധാനമാണ്. പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ ദൃശ്യങ്ങൾ എടുക്കാൻ, ഇപ്പോൾ രാജീവ് ഗാന്ധി ആണെങ്കിൽ ദൃശ്യങ്ങൾ ഒരു പക്ഷേ എടുക്കാം. അന്ന് ഈ പറഞ്ഞതുപോലെ ദൂരദർശൻ മാത്രമുള്ളൊരു കാലഘട്ടമാണ്. അത് കേരളത്തിലില്ല, കേരളത്തിൽ 85-ലാണ് ദൂരദർശൻ വരുന്നത്. അതിന് മുമ്പ് നാഷണൽ ഇതാണെങ്കിലും ഇന്നത്തെ പോലെ വോട്ട് ചെയ്യുന്നവരുടെ എല്ലാം പോയി ക്യാമറയുമായി വിഷ്വൽ എടുക്കുന്ന സംവിധാനമൊന്നും അന്നില്ല. പത്ര ഫോട്ടോഗ്രാഫർമാരുണ്ടാകും. അതിപ്പോൾ സോണിയാഗാന്ധി വന്ന് വോട്ട് ചെയ്യുന്നത് എടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം സോണിയാഗാന്ധി ഒട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടും പ്രസക്തമല്ല. കാരണം രാജീവ് ഗാന്ധി പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നതിനപ്പുറം സോണിയാഗാന്ധിക്ക് യാതൊരു പ്രസക്തിയില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ രാജീവ് ഗാന്ധിക്ക് ഒപ്പം സോണിയാഗാന്ധി വന്ന് വോട്ട് ചെയ്യുന്ന വല്ല പടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്ലാരിറ്റി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ നിഴലിക്കുന്നുണ്ട്. കാരണം BJPക്കെതിരെ ഒരു ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചുള്ളൊരു പണിയാണോ എന്നുള്ളൊരു സംശയമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ഗൗരവതരം തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് അതെന്താണ് പ്രേംജാല പറഞ്ഞത്. അതായത് ഈ തൃശ്ശൂരിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള സംഗതി ഇതാണല്ലോ. രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിലെ വിവരങ്ങൾ പുറത്തുവിട്ടു. അവിടെ വന്ന ഏതാണ്ട് ഒരേ ഫ്ലാറ്റിൽ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം കർണാടകയിൽ പോയി ആ വാർത്ത ചിത്രീകരിക്കുകയും ചെയ്തു. ഒരു വീട്ടു നമ്പർ കൊടുത്തിട്ടാണ് 10-40ഓളം പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നത്. ആ വീടിൻ്റെ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടും. മാധ്യമങ്ങളോടൊപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കഷ്ടിച്ച് 2 മുറിയുള്ള ഒരു വീട്, അവിടെയാണ് 40ഓളം പേര് താമസിച്ചിരുന്നത്. യുക്തിക്ക് നിരക്കാത്ത സംഗതിയാണ്. ചിലത് ഒരു അടുക്കളയും ഒരു മുറിയും മാത്രമുള്ള അന്തരീക്ഷത്തിൽ അവിടെയും ഒരു 10-40 പേരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ
കഷ്ടിച്ച് 1-2 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഇടങ്ങളിലാണ് ഇത്രയും പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നതെന്നുള്ളതാണ്. നമ്മുടെ തൃശ്ശൂരിലെ സംഗതി ഇതൊക്കെ തന്നെയാണ്. ഒരു ഫ്ലാറ്റ്, അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളുടെ പേരിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം നേടുക. അതായത് നിയമം പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും ഒരിടത്ത് താമസമുള്ള ആൾക്കാണ് വോട്ടേഴ്സ് പട്ടികയിൽ ഇടം നേടാൻ സാധിക്കുക. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ പോയി താമസിച്ച് 6 മാസം ആയാലും അത്ര ധൃതിപ്പെട്ട ആരും അങ്ങ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനായിട്ട് മെനക്കെടാറില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഈ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധികളോ ഈ സർവേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമല്ലോ, കാര്യം അത് നമ്മുടെ ബാധ്യതയല്ല എന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ ഇത്രയും ഏതാണ്ട് 10,000-കണക്കിന് പേർ ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം നേടി എന്ന് പറയുമ്പോൾ അത് അവരുടെ കൂടി ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടായിരിക്കണമല്ലോ സ്വാഭാവികം. അത്തരത്തിൽ വലിയ രീതിയിൽ പല മണ്ഡലങ്ങളിലും 10,000-കണക്കിന് വോട്ട് പുതിയതായി ചേർത്തു. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം തന്നെ എടുക്കാം. TN പ്രതാപൻ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാണ്ട് 40,000 അധിക വോട്ടുകളുടെ കൂട്ടിച്ചേർക്കൽ ഉണ്ടായി എന്നാണ് ആരോപണം ഉന്നയിച്ചത്. പക്ഷെ പിന്നീട് ആ ആരോപണവുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും അവർ മെനക്കെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഇത് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി, തൊട്ട് പിന്നാലെ തൃശ്ശൂരിലും അങ്ങനെ ആയിരുന്നു. അങ്ങനെ പറയുന്നതിന് പ്രസക്തിയില്ല. ആ സാധനം അപ്പോൾ തന്നെ ഉറച്ചു നിൽക്കാതെ തെളിവുകൾ സഹിതം പുറത്തു വിട്ടിരുന്നെങ്കിൽ, ഈ വിവാദം ഉണ്ടായ അപ്പോൾ തന്നെ അത് വസ്തുനിഷ്ഠമായി തെളിയിച്ചിരുന്നെങ്കിൽ ആ വിവാദം തെളിയിക്കപ്പെടുകയും ചെയ്യും. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അനുകൂലമാവുകയും ചെയ്തേനെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നതിൽ പ്രസക്തിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ നടന്നത്, രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തി തെളിവുകൾ സഹിതം പുറത്തുവിടുന്നു. ആ തെളിവുകളിൽ കുറേയൊക്കെ ആധികാരികത ഉണ്ടെന്ന് പൊതുജനം വിശ്വസിക്കുന്നു. അത് വാസ്തവമാണ്. അല്ലെങ്കിൽ ഇത്രയും ഒരു പത്രസമ്മേളനം നടത്തി ഇത്തരം തെളിവുകൾ സഹിതം പുറത്തുവിടേണ്ട കാര്യമില്ലല്ലോ. ഒരു കൃത്യമായ ആധികാരികത ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അത്തരം ഒരു പത്രസമ്മേളനത്തിന് ധൈര്യപ്പെടുക. സാമാന്യ യുക്തിക്ക് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ആരോപണം വലിയ രീതിയിൽ BJPയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതിനെ മുനയൊടിക്കുക, അതിന് കൃത്യമായ ഒരു ആരോപണം, അത് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാകണം. ഇത് സാമാന്യ യുക്തിയിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. കാരണം സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയായിരുന്നു. കഴിഞ്ഞ 3 തവണ നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും പ്രധാന എതിരാളി കോൺഗ്രസ്സാണ്. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാവുന്ന ശക്തമായൊരു രാഷ്ട്രീയ ആയുധമായി ഈ സംഗതി ഉള്ളപ്പോൾ, ഇത് മുമ്പൊരിക്കലും ഇങ്ങനൊരു സാധനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. സോണിയാഗാന്ധിക്കെതിരെ കൃത്യമായൊരു ആക്ഷേപമായിട്ട് ഉന്നയിക്കാമായിരുന്നു. അവരുടെ വിദേശ പൗരത്വത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിട്ടുണ്ട് BJP അല്ലെങ്കിൽ മറ്റ് കക്ഷികളെല്ലാം തന്നെ. അപ്പോൾ അതിനെ കുറച്ചുകൂടി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന സാധനമാണ് ഇവർ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുമ്പ് ഇവിടെ വോട്ട് ചെയ്തു എന്നുള്ള ഗുരുതരമായ സംഗതിയാണല്ലോ. അതിപ്പോൾ മാത്രം ഉയർന്നു വരുന്നതിൻ്റെ യുക്തിയാണ് മനസ്സിലാകാത്തത്. ഇത്ര ഒരു ആരോപണം നിഴലിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ തന്നെ ചിന്തിക്കണം. അതിൻ്റെ ആരോപണത്തിൻ്റെ മുനയൊടിക്കാൻ നടത്തുന്ന ഒരു ശ്രമം, ഈ തെളിവ് എത്രമാത്രം ആധികാരികമാണെന്ന് നമുക്ക് അറിയില്ല. ഇനി സംശയം ഉണ്ടെങ്കിൽ, ഇത് ആധികാരികമാണെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഇവരിത് പറഞ്ഞില്ല? അങ്ങനെ അത് ബോധപൂർവ്വം മൂടി വെച്ചിരുന്നതാണോ? ഇവർ തമ്മിൽ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നോ? അക്കാര്യവും പറയണ്ടേ? ഇത്രയും ഗുരുതരമായൊരു സംഗതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞിരുന്നില്ല? 13,000 വോട്ട് വരെ ഭൂരിപക്ഷത്തിൽ നേടിയ എല്ലാ മണ്ഡലങ്ങളിലും കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. കള്ളവോട്ട് നമുക്ക് അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷെ അത് ഒരു പരിധിക്കപ്പുറം ഒരു മണ്ഡലത്തിന്റെ തന്നെ ജയ-പരാജയ സാധ്യതകൾ നിർണ്ണയിക്കുന്ന ഒരു ഗൗരവം മനസ്സിലാവുന്നുണ്ടല്ലോ. അതാണ് ഒളിഞ്ഞും തെളിഞ്ഞും കള്ളവോട്ട് എല്ലാ കാലവും നടക്കും, ഇനിയും നടക്കും. പക്ഷേ ഇത്ര ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലേക്ക് നടക്കുന്ന അത്തരം ഒരു ഗുരുതര ആരോപണം വരുന്ന ഇപ്പോഴാണ്.